സകലമുള്ള ആദരവ്, മറ്റുള്ളവരുടെ മുമ്പിൽ വിനയം, ഒരു തുടക്കാനായിരിക്കും പഠിക്കുക. അവിടെയാണ് ശ്രദ്ധ, ക്ഷമ, ഉത്സാഹം. കൊച്ചുകുട്ടി വീണ് എന്നാൽ എഴുന്നേറ്റേക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ പിന്നെ എഴുന്നേൽക്കും. കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പിന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഉത്സാഹം, എത്ര വീണാലും ആ വേദനയോട് അതിനത്രത്തില്ല, എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഇതുപോലുള്ള ഉത്സാഹവും ഉണ്ടാകും. തുടക്കാരനായിരിക്കാൻ പഠിക്കുക എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു ഹൃദയത്തെ ഉണർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരീര മനോബന്ധത്തിലൊക്കെ ഞാൻ ഒരു കൊച്ചുകുട്ടി ഒരിക്കലും ഞാനെന്ന് പറയില്ല. ഉണ്ണിക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ണിക്ക് തരും, ശക്തിക്ക് തരും എന്ന് മാത്രമാണ്. ഇത്ര പൈസ കഴിഞ്ഞിട്ടാണ് എനിക്ക് തരുമെന്ന് പറയുന്നത്. അതുവരെയും അച്ഛനമ്മമാർ 8 പേര് വെച്ചുകൊണ്ട് പറയും. അപ്പം ഞാൻ നമ്മളിതിനെയാണ് ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ നമ്മുടെ സൃഷ്ടിയാണത്, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പം നമ്മൾ സൃഷ്ടിച്ചത് ഈ അഹങ്കാരത്തെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. അതിനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത്. നമ്മുടെ സാധനയിലൂടെ വീണ്ടെടുക്കേണ്ട പ്രധാന ലക്ഷ്യം ആ നിഷ്കളങ്കത വീണ്ടെടുക്കലാണ്. നിഷ്കളങ്കതയിലൂടെ മാത്രമേ ആത്മബോധം ഉണരുകയുള്ളൂ. ആ മറവിയിലെ ഓർമ്മയെന്നും പറയുമല്ലോ, പലതും മറക്കേണ്ടതുണ്ട് നമുക്ക്. ഒരു ഡോക്ടർ ആസ്പത്രിയിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഭാര്യയും കുട്ടികളെയും ഓർത്തുകൊണ്ടിരുന്നാൽ ഓപ്പറേഷൻ വിജയിക്കില്ല. വീട്ടിൽ വരുമ്പം അച്ചാച്ച വിളിച്ചുകൊണ്ട് വിദ്യയും രോഗികളെ ഓർത്തുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താവിനെടുത്ത് എന്തിനും മിണ്ടാൻ ചെല്ലുമ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. നല്ല അച്ഛനോ ഭർത്താവാകാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ മറവിയിലെ ഓർമ്മ കുട്ടികൾക്ക് ആ ഒരു ഭാവമുണ്ട്. അതിനാണ് തുടക്കത്തിൽ കുതിരയ്ക്ക് പട്ട വെച്ച പോലെ ആയിരിക്കണം ഒരു സാധകൻ. കുതിരയിൽ ഇങ്ങനെ പട്ട വെച്ച പിന്നെ സൈഡിൽ കാണുന്ന പുല്ലുകൾ കടിക്കാൻ പോകത്തില്ല. ആന എപ്പോഴും നടന്നു പോകുമ്പോൾ അവിടെയും കുത്തി ഇവിടെയും കുത്തി അവിടെയും കുത്തിപ്പോകും. അപ്പോൾ ആനക്കാരനൊരു വടി ആന എടുത്തുമ്പോഴേക്ക് കൊടുത്ത് പിന്നെ കുത്തത്തില്ല. ഒന്നില്ല ജപമാകുന്ന അത് വടി എന്ന് പറയുന്ന ജപമാണ്. ആ ജപമോ ആ ഒരു ഭാവത്തെ ഒരു ലക്ഷ്യം വെച്ച് ആ കുതിരയ്ക്ക് പട്ട വെച്ച പോലെ ആകണം നമ്മൾ. അപ്പം നമ്മൾക്ക് മുന്നോട്ട് പോകണമല്ലോ. ഇന്ന് നല്ലത് പറയും, നാളെ ചീത്ത പറയും, സ്നേഹിക്കും. ഇവരാരും അവസാനം വരെ കൂട്ടുണ്ടാകില്ല. ഇതിനോട് അറ്റാച്ചും വേണ്ട, ദേഷ്യവും വേണ്ട. നമ്മളുടെ മുന്നോട്ട് പോകാം. തത്വം മനസ്സിലാക്കുമ്പോൾ ബന്ധവുമില്ല, ദേഷ്യവുമില്ല. ഒരു ഭാവത്ത് മറക്കാൻ പറ്റുന്നവർ. അപ്പം ആ ഒരു ഭാവത്തിലാണ് സാധകൻ വരേണ്ടത്. മറവിയിലെ ഓർമ്മയെന്ന് പറയും. സ്വാർത്ഥതയുടെയും മതമത്സരങ്ങളുടെയും പിടിയിൽ അകപ്പെടാതെ ഈശ്വരനുള്ള ഭക്തിയെയും ലോകത്തോടുള്ള കാരണത്തെയും നമ്മൾ ഉദ്ധരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയത അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ചെറിയ അഹത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ടതുണ്ട്. ഈശ്വരനാമത്തിൽ എനിക്കെന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, എത്ര പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു, അവരുടെ ദുഃഖപൂർണ്ണ ജീവിതത്തിൽ പുഞ്ചിയുടെ പ്രകാശം പരത്താൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യണം. അവരുടെ ദുഃഖം പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കേൾക്കാനുള്ള സമയം വിട്ടുകൊടുത്തു. അമിതമായി സംസാരിക്കുന്നവരുണ്ടാവും. കാരണം പറഞ്ഞാൽ തന്നെ മറ്റൊരു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കുറച്ചെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ വന്നൊന്നും കൊടുക്കാനില്ലെങ്കിലും ഇന്നടുത്തുള്ളവരാണോ ചെല്ലൂ എന്ന് പറഞ്ഞോ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. എപ്പോഴും മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം. നമ്മളോട് ആരും ദേഷിക്കരുത്. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കണം. അവർ നമ്മളുമായിട്ട് ട്യൂൺ ചെയ്യണം. അവരുമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യത്തില്ല എപ്പോഴും. ഇങ്ങനെയാണ് എപ്പോഴും ഈ ശരീരത്തിന് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് മുടി ചീരി പൊട്ട് അല്ലെങ്കിൽ പെർഫ്യൂം ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് ചെയ്യണം, വേണ്ട പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടി നമുക്കല്ലാത്ത ആ ഒരെപ്പോഴും ഒരു ആത്മപരിശോധന നല്ലതായിരിക്കും. 24 മണിക്കൂർ നമുക്ക് തന്നു, അതിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്തോ. സനാതന ധർമ്മത്തിൽ പറയുമല്ലോ, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല. സൂര്യന് മെഴുകുതിരിയുടെ ആവശ്യമില്ല, ഇതിന് പ്രത്യേകിച്ചൊരു വിളക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നരനെ നാരായണ കണ്ട് സേവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സപ്താഹം നടത്തുമ്പോൾ പറയും, സപ്താഹം കഴിഞ്ഞാൽ ഒരു യാചകനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അതിൻ്റെ കാല് കഴുകി അതിന് പുതിയ വസ്ത്രം കൊടുത്ത് ഒരു ദക്ഷിണ വെച്ച് ഭക്ഷണങ്ങൾ വരച്ച് കൊടുത്ത് കഴിയുമ്പോഴാണ് ആ യജ്ഞം പൂർത്തീകരിക്കുന്നത്. ആ യജ്ഞത്തിൻ്റെ ഫലം കിട്ടുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ചടങ്ങ് പോലെ ചെയ്യാറുണ്ട് പലരും. എന്ന് വെച്ചാൽ
അധ്യാത്മജ്ഞാനം ദിനങ്ങളിൽ വായിച്ച് കേൾപ്പിക്കുക, അതോടൊത്ത് മറ്റുള്ളവർക്ക് അന്നദാനം ചെയ്യുക. ഈശ്വരനായ സാധുവിനെ കണ്ട് പൂജിക്കണം. അപ്പോൾ താണെന്നോ ഉയർന്നോ ഇല്ല, അവന് ഈശ്വരനായി കണ്ട് ചെയ്യുമ്പോഴാണ് ആ യജ്ഞത്തിൻ്റെ ഫലം കിട്ടുന്നത്, പൂർത്തീകരിക്കുന്നതാണ്. ആകാശത്തിനപ്പുറത്തൊരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല ഈശ്വരൻ, എല്ലാവരും കുടികൊള്ളുന്ന എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ ഉണരുന്നത്. തോട് പൊട്ടാതെ വൃക്ഷം പുറത്ത് വരത്തില്ലല്ലോ. അഹങ്കാരമാണ് തോട് പൊട്ടണം. പിന്നെ വൃക്ഷമായി കഴിഞ്ഞാൽ പെട്ടെന്നവന് തണല് കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, കുളിർമ കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ അഭയമായ മാർഗം, കാരുണ്യപൂർണമായ പ്രവൃത്തികളിലൂടെയാണ് സ്നേഹത്തിൻ്റെ സന്ദേശം പരക്കുന്നത്. നമ്മൾ സന്തോഷിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക. നമ്മളുടെ ഉള്ളിലെ പ്രകാശം കൊണ്ടുവരുമ്പം മറ്റുള്ളവർക്കും ആ പ്രകാശം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിരിക്കുന്ന ദീപം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശത്തിൽ കൊണ്ടുവരാൻ സാധിക്കും.